എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ ടെലിവിഷൻ ചാനലിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ആള് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ടായി. സത്യം പറഞ്ഞ് ടെലിവിഷൻ ചാനലിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം വെച്ചാൽ നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകളൊന്നും ഇങ്ങനെ നോക്കിയിരിക്കാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ സംസാരിക്കാം. ഇപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് അത്രയും ധൈര്യത്തോടെയും അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയും ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതൊരു സ്കൂളാണ്. സാധാരണ നിലയ്ക്കൊരു സ്കൂളെന്ന് പറയുമ്പോൾ കുട്ടികളെ അയക്കുന്നു, അധ്യാപകർ പഠിപ്പിക്കുന്നു, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ചേർന്നുള്ള യോഗങ്ങൾ ചേരുന്നു. പിന്നെ വർഷത്തിൽ 1-2 തവണ കുട്ടികളുടെ പെർഫോമൻസൊക്കെ അവതരിപ്പിക്കാൻ പാകത്തിലൊരു കലോത്സവം സംഘടിപ്പിക്കും. ചിലപ്പോൾ ഒരു ആനിവേഴ്സറി ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് പൊതുവിലൊരു സ്കൂളിൻ്റെ ഒരു നടത്തിപ്പ് രീതിയും സങ്കല്പവും ഒക്കെ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് PTA മീറ്റിംഗ് പോലും ഉണ്ടാകാറില്ലായിരുന്നു സത്യം പറഞ്ഞു. പക്ഷെ സ്കൂളെന്നുള്ളതിന് വലിയൊരു ഇതിനപ്പുറത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മളാരും ഓർക്കാറുമില്ല, മനസ്സിലാക്കാറുമില്ല. അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ ഷറഫുദ്ദീൻ സംസാരിച്ചു നിങ്ങളോട്. പിന്നെ അത് കഴിഞ്ഞ് ഇനാഗുറൽ സ്പീച്ചിൽ സിദ്ദിഖും സംസാരിക്കുകയുണ്ടായി. അവരൊക്കെ ഈ വിദ്യാർത്ഥികളെ സാമൂഹ്യ ബോധമുള്ള മനുഷ്യന്മാരായി ഉരുത്തിരിയാൻ പാകത്തിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ മാറണം എന്നുള്ളൊരു സൂചനയാണ് അവർ നൽകാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിന് ചുറ്റുവട്ടത്തുള്ള ഈ സൊസൈറ്റിയുമായി അഭേദ്യമായ ബന്ധം അല്ലെങ്കിൽ ഒരു പൊക്കിൾക്കൊടി ബന്ധം നിലനിർത്തുന്ന ഒരു സ്ഥാപനമാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും മാത്രമല്ല, പലപ്പോഴും ഈ ചുറ്റുവട്ടത്തുള്ള ഈ സൊസൈറ്റിയുടെ മൊത്തം സ്ഥാപനമാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും പരസ്പരമുള്ള ബന്ധങ്ങൾ കൂട്ടുന്നതിന്, അത് ഊട്ടിയുറപ്പിക്കുന്നതിന്, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ കുറെ കൂടെ ഈടുള്ള ആശയവിനിമയം ഉറപ്പാക്കുന്നതിന് ഒക്കെ സ്കൂൾ ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ ഉപാധിയായി നിൽക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അറിയാറില്ല എന്നേ ഉള്ളൂ. പല കാര്യങ്ങൾക്കും നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. സ്കൂള് ഈ സൊസൈറ്റിയെയും വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് അറിയാറില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്യാറില്ല എന്നുള്ളൂ, അറിയാതെ സംഭവിക്കുക. ആ നിലയ്ക്ക് ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഇവിടെയുള്ള അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും കാര്യത്തിൽ മാത്രമല്ല, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൊസൈറ്റിയുടെ കൂടെ മുന്നോട്ട് പോക്കിനും അവരുടെ കൂടെ ഇപ്പം നേരത്തെ പറഞ്ഞ വിധത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ളൊരു സൊസൈറ്റിയായിട്ട് ഇതിനെ വാർത്തെടുക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കാനുള്ള ഒരു സ്ഥാപനമാണ് സത്യം പറഞ്ഞാൽ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് മറ്റ് പല സ്ഥാപനങ്ങളെക്കാളും പ്രാമുഖ്യവും സ്കൂളിനുണ്ട് എന്നത് ഓർത്തുകൊണ്ട് ഞാൻ ഈ ഡിസ്കഷൻ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ടറി സ്പീച്ചിനെ കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിച്ചു. അതിൽ 2 കാര്യങ്ങൾ അതിനു മുമ്പ് നിങ്ങളുടെ പ്രിൻസിപ്പൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ വേറൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇവിടെ സാധാരണ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിന് പുറത്ത് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, VR, വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഗ്രാഫിക്സിൻ്റെ എക്സ്റ്റെൻഡഡ് രൂപം. ഇപ്പോൾ നിങ്ങൾ ടെലിവിഷനൊക്കെ കാണുന്ന ആളുകളായിരിക്കും, പല പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. AR, VR, XR എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം പുതിയ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൽ എക്സലൻസ് ഉണ്ടാക്കാൻ പാകത്തിലേക്കുള്ള കരിക്കുലം കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളുടെ പ്രിൻസിപ്പൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഇത് രണ്ടും, അതായത് ഇനാഗുറൽ സ്പീച്ചിലും ഇൻട്രൊഡക്ടറി സ്പീച്ചിലും പറഞ്ഞ കാര്യവും നിങ്ങളുടെ പ്രിൻസിപ്പലിൽ പറഞ്ഞ ഈ കാര്യം, ഈ 2 ഏരിയയും പുതിയ കാലത്തെ സംബന്ധിച്ചും പുതിയ സമൂഹത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് പ്രത്യേകം
നമ്മുടെ ഓർമ്മകൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇനാഗുറൽ സ്പീച്ചിൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയി സംസാരിച്ചു പോയ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ വലിയ തോതിൽ ഹോണ്ട് ചെയ്ത ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വെഞ്ഞാറമൂട്ടിൽ നടന്നു. സ്വന്തം ഉമ്മയെ ഉപദ്രവിച്ചതിന് ശേഷം ബന്ധുക്കളായ 4 പേരെയും സുഹൃത്തായൊരു പെൺകുട്ടിയെയും ഒരു യുവാവ് കൊലപ്പെടുത്തുന്നു. എന്തിന് എന്നുള്ളത് ഇപ്പോഴും ആർക്കും തിട്ടമില്ലാത്തൊരു അവസ്ഥ നിൽക്കുന്നു. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പോസ്റ്റ് കോവിഡ് ഇതുപോലെയുള്ള എത്ര ഇൻസിഡൻസ് നമ്മുടെ മുമ്പിലേക്ക് കടന്നുപോയി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് ഇൻസിഡൻസ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതിനൊക്കെ വേറെ ഒരുപാട് കാരണങ്ങളുണ്ടോ? സോഷ്യൽ റീസൺസ് ഉണ്ടോ? ലഹരി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇതിലുണ്ടോ? മുൻകാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ലഹരി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇപ്പം പ്രിൻസ് എബ്രഹാം സാറുണ്ട്, സാറിനോട് ചോദിച്ചാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റും. മുൻകാലത്തൊക്കെ ലഹരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ നഗരകേന്ദ്രീകൃതമായി ജീവിക്കുന്ന മനുഷ്യന്മാരുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ മാത്രമുള്ള, അല്ലെങ്കിൽ ആ കലാലയങ്ങൾക്ക് ചുറ്റുവട്ടമൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഗതി ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളം എന്നുള്ളത് നമ്മളുടെ വ്യവഹാര കേന്ദ്രമായതുകൊണ്ട് ഞാൻ കേരളം എന്ന് പറയുന്നു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭ്യമായ ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ നിങ്ങളെ എല്ലാവരെയും പരിഭ്രമിപ്പിക്കുകയോ അല്ലെങ്കിൽ ആകെ അങ്കലാപ്പിലാക്കുകയോ ചെയ്യാനില്ല. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗത്തിലും അത് സൂചിപ്പിച്ചത്. ഞാൻ ആദ്യം പ്രിൻസ് എബ്രഹാം സാറിനോട് ചോദിക്കുന്നത്, ഇതിപ്പോൾ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നിടത്തോളം വലിയ അവസ്ഥയിലേക്ക്, കൂടുതൽ വലിയ അവസ്ഥയിലേക്ക് ഇതിൻ്റെ ഒരു വ്യാപനം നമ്മളിപ്പോൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്, അത് പിടിച്ചു, ഇത് പിടിച്ചു, MDMA പിടിച്ചു, ലാസലഹരി പിടിച്ചു, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സത്യത്തിൽ ഈ പിടിക്കപ്പെടുന്നത് കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു 10-ലോ 100-ലോ ഒരു അംശമോ 10-ലോ ഒരു അംശമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ അളവിലേക്ക് കേരളത്തിൽ ഇതിൻ്റെ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ? സ്കൂളുകൾ കേന്ദ്രീകരിച്ചും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതിൻ്റെ വിതരണ ശൃംഖലകൾ അത്രത്തോളം ശക്തമായിട്ടുണ്ടോ? എന്താണ് സാറിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എൻ്റെ ഒരു 28 വർഷക്കാലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ ആശങ്കകളൊക്കെ കാര്യമുള്ളത് തന്നെയാണ്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. അത് പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ കുട്ടികളെല്ലാം കുറ്റം പറയും. ഏത് സമയം മൊബൈൽ ഫോണിൽ കളിക്കുന്ന കുട്ടികൾ. യുവാക്കളോട് പറയും ഡ്രഗ്സ് അടിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ലഭ്യത. ഇപ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന തലമുറയ്ക്ക് അവർ ഫോൺ അഡിക്റ്റ് ആവാൻ യാതൊരു സാധ്യതയില്ല. കാരണം എന്താ? ലഭ്യമല്ലായിരുന്നു. സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തത ആണ് അതിനൊരു കാരണം. ഇനി ഞാൻ SI ആയിരുന്ന കാലത്ത് ഞാൻ പിടിച്ചിരുന്ന കഞ്ചാവ് എന്ന് പറയുന്ന സാധനമായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ആ സാധനം 50 ഗ്രാം 30 ഗ്രാം ഒക്കെയാണ് ഞങ്ങൾ SI ആയിരുന്ന കാലത്ത് പിടിച്ചിരുന്നത്. CI ആയ കാലത്തേക്ക് അത് 1 കിലോ ആയി, പിടുത്തമൊക്കെ 1 കിലോ ആയി. ഒരു DYSP ആവുന്ന കാലത്ത് പിടിച്ചതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 കിൻഡൽ 3 കിൻഡൽ 5 കിൻഡൽ 15 കിൻഡൽ. ഇപ്പം ചിത്രം മാറി. ഇപ്പം എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് വരുന്നത്. അപ്പം ലഭ്യതയാണ്, കാലമാണ്, സമൂഹമാണ് കുട്ടികളെ ഇങ്ങനെ എത്തിക്കുന്നത്. കുട്ടികളെ മാത്രം കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കുട്ടികളെ കുറ്റം പറയാനുള്ള അവസരം വരെ ഞാൻ പറയാം. സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ശ്രദ്ധിക്കാൻ നിങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഞാൻ രക്ഷിതാവാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച് വളർത്താനുള്ള ഒരു കുടുംബ സാഹചര്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ലഭ്യതയ്ക്കനുസരിച്ചാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ മാറി മറിയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. രാജീവ് പറഞ്ഞത് കറക്റ്റാണ്. ഇഷ്ടം പോലെ സാധനമുണ്ട്. നിങ്ങൾക്കറിയാം, വെറും കഞ്ചാവ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കിലോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ ഫിറ്റാക്കാൻ, ഒരു ദിവസത്തേക്ക് ഫിറ്റാക്കാൻ 2 ഗ്രാം മതി. അപ്പോൾ 1 കിലോ കൊണ്ട് എത്ര പേരെ ഫിറ്റാക്കാൻ പറ്റും? ആലോചിച്ച് നോക്കാം. ഇപ്പം ഇതൊന്നുമല്ല, മില്ലിഗ്രാമുള്ള MDMA മില്ലിഗ്രാം ഉപയോഗിച്ചാൽ മതി, ഒരു ദിവസം മുഴുവൻ ഫിറ്റായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ലഭ്യത കൂടി വരികയാണ്. ജാഗ്രത അതീവമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകുന്നൊരു പ്രത്യേക സാഹചര്യമാണുള്ളത്.
ജോഷ് സാറിന് എന്താ തോന്നുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒരു ജാഗ്രത എന്ന് നമ്മൾ പറയുമ്പോഴേ നമ്മളൊരു പുതിയ കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അവർക്ക് പുതിയ കാലത്തിലേക്ക് വളരാൻ പാകത്തിനുള്ള ടെക്നോളജി അവർക്ക് പ്രദാനം ചെയ്തേ പറ്റുള്ളൂ. അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ഈ ജാഗ്രത പ്രകടിപ്പിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഭയപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ എൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ബ്രണ്ണല്ല ഞാൻ പഠിച്ചത്, ആ കാലഘട്ടത്തിൽ തലശ്ശേരിയിലെ ലഹരി ഉപയോഗിക്കുന്ന നിരവധിയായ ചെറുപ്പക്കാരുണ്ടായിരുന്നു. മദ്രാസിലെ മോനുണ്ടായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ജീവിച്ച കാലഘട്ടം, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന എൻ്റെ കൗമാരപ്രായത്തിലാണ് ഞാൻ അറിയുന്നത് മദ്രാസിലെ മോൻ ജനിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു ഉദാഹരണം, നമ്മൾ ഈ കൊലപാതകത്തെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. ഇത് പണ്ട് ചരിത്രാതീത കാലം മുതൽ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതാത് കാലഘട്ടത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട്, സംശയമില്ല. അത് ലഹരിയുടെ പിടുത്തം കൊണ്ടാകാം, ലഹരിയുടെ അടിമയായിട്ടായിരിക്കാം, സ്വത്തിനു വേണ്ടിയിട്ടായിരിക്കാം. എത്രയോ യുദ്ധങ്ങൾ നടന്നത് സ്വത്തിനു വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു ബന്ധു തന്നെ 2 പേരെ കൊന്നത്, അനുജനെയും 2 അനുജന്മാരെ കൊന്നത് അരയേക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കുട്ടികളെ ഭയപ്പെടുത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നാണ് ഒന്ന് എനിക്ക് പറയാനുള്ളത്. 2, ഈ ജാഗ്രത എന്നുള്ളത് എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഭയത്തിൽ നിന്നാണ് ജാഗ്രതേൻ്റെ പ്രശ്നം വരുന്നത്. എൻ്റെ നിഗമനം അതാണ് രാജു സർ. ഭയത്തിൽ നിന്നാണ് ജാഗ്രതയുടെ പ്രശ്നം വരുന്നത്. ഭയമില്ലെങ്കിൽ, എനിക്ക് അധ്യാപകരെ ഭയമില്ലെങ്കിൽ, എനിക്കെൻ്റെ അച്ഛനെ ഭയമില്ലെങ്കിൽ, അമ്മയെ ഭയമില്ലെങ്കിൽ, എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തിനെ ഭയമില്ലെങ്കിൽ, എൻ്റെ സഹോദരിയെ ഭയമില്ലെങ്കിൽ, എൻ്റെ സഹോദരനെ ഭയമില്ലെങ്കിൽ, എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഞാൻ ലഹരിക്ക് അടിമയാവില്ല. സ്നേഹമായിരിക്കും ഒരുപക്ഷെ എൻ്റെ ഒരു ലഹരി എന്നുള്ളതാണ്. നമ്മൾ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന കുറേ ഭയങ്ങളെയാണ് ഭാവിയെ ഓർത്തുള്ള ഭയം. LKG കുട്ടിയെ, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ലഹരിയുടെ ഉപയോഗത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം കാണുന്ന, പണ്ട് ഞാനൊക്കെ ബീഡി വലിച്ചു തുടങ്ങിയതാണ്, തുറന്നു പറയാമല്ലോ, ഞാൻ ബീഡി വലിച്ചു തുടങ്ങിയതാണ്. ബീഡി സിഗരറ്റിലേക്ക് മാറി. സിഗരറ്റിൽ നിന്ന് ഞാൻ കഞ്ചാവിലേക്ക് പോയില്ല. സാറ് പറഞ്ഞതുപോലെ അവൈലബിൾ അല്ലായിരുന്നു, അന്ന് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അതിൽ ഒരു പരിധി കൽപ്പിച്ചത്, ഞങ്ങൾ ഭയത്തേക്കാൾ കൂടുതൽ, ആ ചെറുപ്പം ഭയത്തേക്കാൾ കൂടുതൽ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, പൊതുബോധത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു, രാഷ്ട്രീയ ചിന്താഗതികൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ജാഗ്രതേൻ്റെ ഒരു പ്രശ്നം പറയുമ്പോൾ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല സർ, ജാഗ്രതേൻ്റെ പ്രശ്നം പറയുമ്പോൾ 4 ചുവരുകൾക്കുള്ളിൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും ഒരു അമേരിക്കയായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ അതിക്രമങ്ങൾക്ക് ഒരു സംശയവുമില്ല. അയൽവക്കത്ത് സഹോദരന് എന്തു സംഭവിക്കുന്നു എന്നറിയാതെ, അറിയിക്കാതെ വളർത്തുക, സങ്കടം അറിയിക്കാതെ വരുത്തുക, അടുത്ത വീട്ടിലെ മരണം അറിയിക്കാതെ വളർത്തുക, അടുത്ത വീട്ടിലെ ദാരിദ്ര്യം അറിയിക്കാതെ വരുത്തുക, എൻ്റെ ദാരിദ്ര്യം എന്താണെന്ന് അറിയിക്കാതെ വളർത്തുക. ആ നിലയിൽ വരുമ്പോൾ അവൈലബിലിറ്റി, സമ്പത്തിൻ്റെ കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അക്രമത്തിലേക്ക് പോകും. കള്ളനാകുന്നത് അങ്ങനെയാണ്. കള്ളന് ആവശ്യത്തിന് റോഡിൽ നിരന്ന് പണം കിടന്നാൽ, അവൻ ആവശ്യമുള്ളത് റോഡിൽ കിടന്നാൽ കള്ളനാകില്ല. അവൻ കള്ളനാകുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആവശ്യത്തിനുള്ള സാധനം ലഭിക്കാത്തതുകൊണ്ടാണ്. ആദ്യം തുടങ്ങുന്നത് കളവാണ്. നമ്മുടെ വീട്ടിൽ തുടങ്ങുന്നത് ലഹരിയല്ല. ലഹരിയല്ല നമ്മുടെ വീട്ടിൽ തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ തുടങ്ങുന്നത്, എൻ്റെ വീട്ടിൽ തുടങ്ങുന്നത് മോഷണമാണ്. മോഷണവും കള്ളവുമാണ്, കള്ളവാക്കുകളുമാണ് ആദ്യം തുടങ്ങുന്നത്. അച്ഛൻ മകളെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിനക്ക് ഡോക്ടറാകാം, വക്കീലാകാം, എഞ്ചിനീയർ ആകാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായിട്ട് നോക്കൂ, നമ്മുടെ നാട്ടിൽ തെങ്ങ് കയറുന്നവരുണ്ട്. ആ തെങ്ങ് കയറ്റക്കാരനെ കുറച്ചും കൂടെ ശാസ്ത്രീയമായി നീ എങ്ങനെ വളർത്തിയെടുക്കും
കുറച്ചും കൂടെ തെങ്ങുകയറ്റം ശാസ്ത്രീയമാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മുടെ ഇടയിലുള്ള എല്ലാ ഭാഗവും കവർ ചെയ്തുകൊണ്ട് മാതാപിതാക്കൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ജാഗ്രത പൂർണ്ണമാണ്. അധ്യാപകർ ഭയപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ, പ്രസംഗിക്കുന്നവർ ഭയപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ, മാധ്യമങ്ങൾ ഭയപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ ജാഗ്രത നിർബന്ധമാണ്. ഞാൻ നിങ്ങളെല്ലാവരും റെഫർ ചെയ്ത ഒരു കാര്യമുണ്ട്. മിനിഞ്ഞാന്നത്തെ സംഭവം വെഞ്ഞാറമൂട്ടിലെ ഒരു 21കാരൻ ചെയ്ത കാര്യം എല്ലാവരും റെഫർ ചെയ്തു. ഭീകരതയല്ലേ സൃഷ്ടിക്കുന്നത്? ഇന്ന് കഴിഞ്ഞ ദിവസം 7 മണി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് വരെ ചാനലുകളിൽ ഒരേ ഒരു ഇർഫാൻ, ഒരു പയ്യൻ മാത്രമാണ്. അതിൻ്റെ ശാസ്ത്രീയമല്ലാത്ത ചർച്ചകൾ നടത്തി അന്വേഷകരെ പോലും വഴിതെറ്റിക്കുന്ന മാധ്യമവും നമ്മളെ സ്റ്റേജുകളിൽ നിന്ന് കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എളുപ്പമാർഗം, ഈ ഭയത്തെ അതിജീവിക്കുന്നതിന് ഏറ്റവും എളുപ്പമാർഗം ഞാൻ ഉൾവലിയുക എന്നുള്ളതാണ്. ആ ഉൾവലിച്ചാണ് സർ ഈ ലഹരിയുടെ അടിസ്ഥാനം. അത് മാറ്റിയെടുക്കാൻ കഴിയണം സർ. റൈറ്റ്. അദ്ദേഹം സൂചിപ്പിച്ചതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിപ്പോൾ നമ്മളടക്കം ബാധ്യസ്ഥരാണ്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് ആഘോഷിച്ച് പരമാവധി അതിൻ്റെ വസ്തുത എന്താണോ അല്ലയോ എന്നൊന്നും തിരിച്ചറിയുന്നതിന് മുമ്പ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വിളിച്ചു പറഞ്ഞ് ആളുകളെ അടിസ്ഥാനമില്ലാത്ത സംശയങ്ങളിലേക്കും ഭയത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു പ്രശ്നം അവിടെയുണ്ട്. ഞാൻ പ്രിൻസ് എബ്രഹാം സാറിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം ആളുകൾ ഇങ്ങനെ അവനിലേക്ക് തന്നെ ചുരുങ്ങുന്നു, ഫാമിലിയിലേക്ക് ചുരുങ്ങുന്നു, ഒരു സോഷ്യൽ ജീവി അല്ലാത്ത വിധത്തിൽ മനുഷ്യർ മാറുന്നു. അതിൻ്റെ തുടർച്ചയായി വരുന്ന കുട്ടികൾ, അവരുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ലഹരി ഉപയോഗത്തിനൊക്കെ കാരണമായിട്ടുണ്ടോ? സാറിൻ്റെ അനുഭവത്തിൽ പല കേസുകളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരം കേസുകൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും രാജു ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലിരിക്കുന്നത് നമ്മളെയും നമ്മുടെ കുട്ടികളെയും സ്വാധീനിക്കും, ഒരു സംശയം വേണ്ടത്. ഇപ്പം ഞാൻ ചോദിക്കാം, കുട്ടികളെ പേടിയില്ലാത്ത രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവർക്കും കുട്ടികളെ പേടിയാ. എന്നിട്ട് പറയതോ ഓപ്പോസിറ്റ്. അധ്യാപകർക്കോ? അധ്യാപകർ കുട്ടികളെ പേടിയപ്പോഴേ അടി കൊണ്ട് വളർന്ന ഒരു തലമുറ ഇന്ന് പേടിക്കുക ശരിക്കും ചെയ്യുന്നത് ആരെ? സ്വന്തം കുട്ടികളെ. ഇത് ചോദ്യത്തിന് സാമൂഹ്യപരമായി കുട്ടികളെ ബന്ധപ്പെടുത്തിയിട്ടില്ല നമ്മൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലെ വലിയൊരു തറവാട്ടിൽ ഒരു മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ 25 വയസ്സിന് താഴെ ഉള്ള ആൾക്കാരെ അവിടെ കാണാനില്ല. ഞാൻ ചെല്ലുമ്പോൾ രാത്രി 9 മണിക്കാ രാത്രി. ആ വീട്ടിൽ 25 വയസ്സിന് താഴെയുള്ള ഒരൊറ്റ കുട്ടികൾ. എവിടെ പോകുന്നു നമ്മുടെ കുട്ടികൾ? ഞാൻ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. മക്കളെ, ഞങ്ങൾ ചിരിക്കുന്ന സ്ഥലങ്ങളിലോ ഞങ്ങളുടെ കല്യാണ വീടുകളിലോ നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഞങ്ങൾ കരയുമ്പോൾ, ഞങ്ങളുടെ മരണ വീടുകളിൽ നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കതൊരു ആശ്വാസമായിരിക്കും. പക്ഷെ നിങ്ങളെ അവിടെ കാണുന്നില്ല. അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കൊണ്ടുപോകുമോ? നിങ്ങൾ കൊണ്ടുപോകുന്നില്ലല്ലോ. നിങ്ങളെ നിങ്ങളുടെ ഒരു റൂമിനകത്ത് ഒരു സാമൂഹിക ബോധവും ഇല്ലാത്ത കുട്ടികളാക്കി വളർത്തിയാൽ ഇതിൻ്റെ ഫലം ഇതൊക്കെ തന്നെയാണ്. ഒരു സംശയം വേണ്ട. അയൽവക്കത്ത് വിടുമോ നിങ്ങൾ? ഞാൻ വിടുമോ? എൻ്റെ മക്കളെ അയൽവക്കത്ത് വിടുമോ? ഞാൻ എൻ്റെ നാട്ടിൽ രാത്രിയിൽ ചെറുപ്പകാലത്ത് രാത്രിയിൽ പോകുമ്പം എൻ്റെ നാട്ടിലുള്ള ഏത് മുതിർന്ന ഒരാൾക്കും എന്നോട് ചോദിക്കാമായിരുന്നു, എടാ നീ ഇവിടെ പോയി രാത്രിയിൽ എന്താ പോകുന്നത്, എന്തെങ്കിലും നടക്കുന്നത്? ഇന്ന് എൻ്റെ മകളോട്, എൻ്റെ മകൾ ഇപ്പോൾ MSW പഠിക്കുന്ന എൻ്റെ മകളോട് രാത്രി ഒരു 8 മണിക്ക് മാനന്തവാടി ടൗണിൽ നടക്കുമ്പോൾ എൻ്റെ നാട്ടിലൊരു പ്രായമുള്ള ആൾ എന്നാ വെച്ചാൽ നീ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ പറയും നിങ്ങളാരെ ചോദിക്കാമെന്ന് ചോദിക്കും. ഈ സാഹചര്യം ഉണ്ടാക്കിയത് ഞാനും നിങ്ങളുമാണ്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട് ഇതിനകത്ത്, അല്ലേ രാജീവ്? അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ? അല്ല, ഇതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ സെയിം സിറ്റുവേഷൻ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്കൂള് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മിക്കവാറും വീട്ടിൽ വിളിച്ച് ആരെങ്കിലും പറയും, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കാണുമ്പോൾ രക്ഷിതാക്കളെയൊക്കെ കാണുമ്പോൾ പറയും, മകൻ ഇന്നലെ അവിടെ തിയേറ്ററിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയും.
വലിയ വലിയ ഭീഷണിയായിരുന്നു നമുക്കത്. കാരണം വെച്ചാൽ നമ്മൾ ക്ലാസ് കെട്ടിയത് തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പിറ്റേ ദിവസം പിടിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു സദാചാര പോലീസിങ്ങിന്റെ പ്രശ്നവും കൂടെ ഇതിന്റെ കൂടെ വരും. അതാണ് അതിനകത്തൊരു പ്രശ്നം. ഒരാളോട് അതാ ഞാൻ ചോദിച്ചത്, പുതിയ സ്വാതന്ത്ര്യത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുകയും എന്നാൽ ആ സ്വാതന്ത്ര്യം ഈ പറയുന്ന ദൂഷിത വലയത്തിലേക്ക് പോകാതെ നോക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന് എന്താ തോന്നുന്നത്? സാറിന് എന്താ തോന്നുന്നത് ചോദിച്ചാൽ ഇത് ഈ ഡെലിക്കസി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ. സദാചാര പോലീസിങ് എന്നുള്ളൊരു ഫീൽഡിലേക്കോ ഇതിലേക്കോ കാര്യങ്ങൾ പോകാൻ പാടില്ല. പക്ഷേ അവർ ഈ പറയുന്ന ലഹരി മാഫിയയുടെ പിടിയിലേക്കോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും ദൂഷിത വലയത്തിലേക്കോ പോകാതിരിക്കുകയും വേണം. അപ്പോൾ ഇതൊരു വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇതിനൊരു വൈഡായിട്ട് നമ്മളൊരു കാഴ്ചപ്പാട് വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഒരു കേരളത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഇതിന് നിലനിൽക്കുന്നുണ്ട്. പൊതുവെ ഒരു 10-20 വർഷം മുമ്പ് ബോംബെയിൽ ഒരാൾക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു അല്ലേ? മാഫിയ സംഘങ്ങളുടെ ഭയങ്കര കടന്നുകയറ്റം ഉണ്ടായിരുന്നു. ചോട്ടാരാജനും ദാവൂദ് ഇബ്രാഹിമും ഒക്കെ ബോംബെയിൽ പോയി കഴിഞ്ഞാൽ 25 വർഷം മുമ്പ് ബോംബെയിൽ പോയി കഴിഞ്ഞാൽ ഭയപ്പെടണം, റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ കഴിയില്ല. പക്ഷെ ആ ഒരു അവസ്ഥ ബോംബെയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം ബോംബെ വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആണ്. സാഹചര്യങ്ങളൊക്കെ മാറി, ചെറുപ്പക്കാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ചേരികളിലുള്ള ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ ബോധം വന്നു എന്നുള്ളത് ബോംബെയെ സംബന്ധിച്ചും ശരിയായ ദിശയിലാണോ എന്നുള്ളത് വേറൊരു ചോദ്യമുണ്ട്. അത് ശരിയായ ദിശയിലാണോ? അതുപോലെ തന്നെ നമ്മളുടെ ഇടയിലെ ഒരു രാഷ്ട്രീയ അവബോധത്തിൻ്റെ കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ SFI കൂടെ വന്നതാണ്. SFI പ്രവർത്തനം കൊണ്ട് ഞാൻ വന്നത്. എൻ്റെ രാഷ്ട്രീയം പറയുന്നതിന് കുഴപ്പമില്ല. ഞാൻ SFIയിൽ കൂടെ വന്നതാണ്. ഞങ്ങൾക്കൊരു സമയമില്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കഷൻ. ഇതേപോലെ പാനലിസ്റ്റുകൾ എന്ന് പറയുന്ന പേരൊന്നുമല്ല, ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. അന്നത്തെ കാര്യങ്ങൾ അന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു. രാഷ്ട്രീയ ബോധം സൃഷ്ടിക്കുന്ന ചില ചർച്ചകൾ. പക്ഷെ പിന്നീട് നമ്മൾ ഒരു 1995 ശേഷം, ശരിക്കും കൂത്തുപറമ്പ് സംഭവത്തിന് ശേഷം എന്ന് തന്നെ പറയാം, ഒരു ലാൻഡ്മാർക്കായിട്ട് പറയാം, നമ്മളെ മാതാപിതാക്കളുടെ ഇടയിൽ വലിയ രീതിയിൽ അരാഷ്ട്രീയവാദം പൊട്ടിപ്പുറപ്പെടുകയും പിന്നെ ഒരു ആ അരാഷ്ട്രീയവാദം ചില മതബോധത്തിലേക്കും സദാചാര ബോധത്തിലേക്കും മാറുന്ന ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യം വന്നതിന് ശേഷം 2000 ആയപ്പോഴത്തേക്കും ടെക്നോളജി വല്ലാതെ വളർന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാം സ്വപ്നം കണ്ടത് ഇപ്പം നമ്മൾ നേരിട്ട് കാണുകയാണ് അല്ലേ? ഞാൻ സ്വപ്നം കണ്ട ഇല്ലെങ്കിൽ ഷെവിൻസ്കറുടെ സിനിമ കണ്ട് ആസ്വദിച്ചത് നമ്മളിപ്പം നേരിട്ട് കാണുകയാണ്. നമ്മൾ ഏതെങ്കിലും ഷോയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് റോബോട്ട് വെടിവെക്കുന്നതും അതെങ്ങനെ നമ്മളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിക്കും. AK-47 അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഓപ്പറേറ്റ് ചെയ്യും. റോബോട്ടിനെ നമ്മൾ പണ്ട് സ്വപ്നം കണ്ടിരുന്നു റോബോട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റോബോട്ട് വന്ന് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നു. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇത്ര നെഗറ്റീവ് ആകേണ്ട കാര്യമില്ല. നമ്മുടെ പൊതുസമൂഹം ഇത്രയ്ക്ക് നെഗറ്റീവായി, ഈ നെഗറ്റീവിൽ നിന്നാണ് നമ്മൾ ലഹരിയെ ഭയപ്പെടുന്നത്. ലഹരിയെ അല്ല ഭയപ്പെടേണ്ടത്, ലഹരിയെ സപ്ലൈ ചെയ്യുന്നവരെയാണ് ഭയപ്പെടേണ്ടത്. അത് ആർക്ക് സാധിക്കും? തടയാൻ സാധിക്കും. അത് ഭരണവർഗത്തിനും അതുപോലെ തന്നെ പോലീസിനും നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വം അതിലുണ്ട്. ഇപ്പം നമ്മൾ സാറ് പറഞ്ഞതുപോലെ, രാജീവ് സാറ് പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം എവിടെ വരെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യം അതിൻ്റെ അങ്ങേയറ്റം വരെ. അതിൽ പരിധി നിശ്ചയിക്കേണ്ടത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. എൻ്റെ നിഗമനം എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുറി വരെ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിലപ്പുറം വരരുത് എന്ന് ഉള്ള ബോധ്യം സൃഷ്ടിക്കേണ്ടത് ഞാനാണ്. ഞാൻ എന്ന് പറയുന്ന മാതാപിതാക്കളാണ്. എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറക്കുന്നതിന് കാണിക്കേണ്ട മര്യാദ, ഏത് പുറമേക്കാരനും ചെയ്യേണ്ട മര്യാദ എനിക്ക് മകളാണ്, എൻ്റെ മകൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്തണം. അത് നമ്മുടെ ജീവിതം കൊണ്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാതെ നെഗറ്റീവ് അടിച്ചൊരു ചെറുപ്പക്കാർ ഇതെല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഇപ്പോഴത്തെ കുട്ടികളെ നോക്കൂ,
ഇപ്പോഴത്തെ കുട്ടികൾ ശരിയല്ല. എൻ്റെ കാലത്തെ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ഈ മാതാപിതാക്കളുടെ പ്രഷർ ഒഴികെ എന്തൊരു ഇൻ്റലിജൻ്റാണെന്നറിയും, എന്തൊരു ഇൻ്റലിജൻ്റാണെന്നറിയും. നിസ്സാര സമയം കൊണ്ട് സർ അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ്. നമ്മൾ മൊബൈലിനെ കുറ്റം പറയണ്ട. മൊബൈൽ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെ തടയണമെന്ന് ആലോചിക്കേണ്ടത്. നമ്മൾ മൊബൈലിനല്ല നിരോധിക്കേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കുന്ന മൊബൈലിൽ ഒക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാകണം. അത് തീരുമാനിക്കാൻ നമുക്ക് കഴിയുമോ? അല്ല, മാതാപിതാക്കൾക്ക് കഴിയില്ല, എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എവിടെയാണ് ഇതിനൊരു നിയമനിർമ്മാണമാണ് ആവശ്യം. നമ്മളെ കുട്ടികളെ ചിത്രം കണ്ടിട്ട്, അശ്ലീല ചിത്രം കണ്ട് അധ്യാപകൻ പോക്സോ കേസിൽ, അധ്യാപകനും നല്ല കേട്ടോ, വക്കീലും പോലീസും ഒക്കെ പോക്സോ കേസിൽ അകത്തു പോകുന്നതിനേക്കാൾ നല്ലത് കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ അതിനെ അധികാരപ്പെടുത്തിയ ആരാണോ, ഇവിടെ പാർലമെൻ്റ് ഉണ്ടല്ലോ, ആ പാർലമെൻ്റ് ഒരു ബില്ല് പാസ്സാക്കുകയാണ്. കേരളത്തിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്ര മാത്രമുള്ള സ്പെസിഫിക്കേഷനുള്ള മൊബൈൽ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ട് ബില്ല് പാസ്സാക്കിക്കൂടാ? നമ്മൾ ബ്ലെയിം ചെയ്യണം? നമ്മൾ കുട്ടികളെയാണോ കൊടുത്ത ഈ നെഗറ്റീവ് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്? ഇവിടുത്തെ നിയമനിർമ്മാണം കാലഘട്ടത്തിനനുസരിച്ച് നിയമനിർമ്മാണം നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ആവശ്യമാണ്. അപ്പം നിയമനിർമ്മാണം നടത്തുന്നതിന് പകരമായി കുട്ടികളെ ഏത് സ്റ്റേജിലും വെച്ച് നിങ്ങളെല്ലാവരും ലഹരിക്കടിമയാണ് എന്ന് അപമാനിക്കും. ഞാനിപ്പം ഈ സ്കൂളിൻ്റെ MD കണ്ടു, വെരി യങ്. പണ്ടത്തെ ഒരു സ്കൂൾ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറൊക്കെ ഉന്തി ഇങ്ങനെ എന്താ പറയുക, ഏതെങ്കിലും റബ്ബർ തോട്ടത്തിൽ പോയി റബ്ബർ വെട്ടിയിട്ടോ ഒരു മുണ്ടെടുത്തിട്ടോ വരുന്നതല്ല. അവരുടെ ഒരു കേട്ടസി, ഇന്ന് അവരുണ്ടാക്കിയ അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് അവരുണ്ടാക്കിയ ഒരു മര്യാദകൾ, ആളുകളെ സമീപിക്കേണ്ട രീതി, ഇത് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കതെങ്ങനെയാണെന്നറിയില്ല. അതാണ് ആധുനികതേൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം. ഇന്ന് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. 4 ചെറുപ്പക്കാരോ 5 ചെറുപ്പക്കാരോ ചേർന്നിട്ട് അവർ IT ബിസിനസ് ചെയ്യുന്നു. കൂടത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു സ്കൂൾ സ്ഥാപിക്കണം എന്ന് ആലോചിക്കുന്നതാണ്. അവർക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എത്ര വയസ്സ് കാണും? നമ്മളെക്കാളൊക്കെ ഒരു 35, 40, 42 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ഈ നെഗറ്റീവ് പറഞ്ഞിട്ട് ആ നെഗറ്റീവിൽ ഭയപ്പെട്ടായിരുന്ന നമുക്ക് ഇന്ന് ഫംഗ്ഷൻ, ഒരു സ്കൂൾ വാർഷികത്തിൽ പോലും സ്റ്റേജിൽ കയറാത്ത എന്നെ ഇവിടെ കൊണ്ടിരുത്തിയല്ലോ. അപ്പം നമ്മൾ അത്രയ്ക്ക് നെഗറ്റീവ് ആകണ്ട ഈ കാര്യത്തിൽ എന്നുള്ളതാണ്. നിയമനിർമ്മാണത്തിൻ്റെ കുറവ് തന്നെയാണിത്. തെറ്റിദ്ധരിക്കേണ്ട, ഇത് നെഗറ്റീവായി സംസാരിക്കുന്നതേ അല്ല. നമ്മുടെ വിദ്യാർത്ഥികളെയോ കുട്ടികളെയോ ഇതിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല എന്നാണ് എൻ്റെ ബോധ്യം. എൻ്റെ ബോധ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു വിദ്യാഭ്യാസ വിചക്ഷണനോ അല്ലെങ്കിൽ നിയമവിദഗ്ധനോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചു വളർന്ന ജീവിത സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു ഒറ്റ കാര്യം അവരോട് ചോദിച്ചുള്ളൂ. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇതെന്തിനാണ് പഠിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നേയില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് പഠിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതായത് 8-ലോ 9-ലോ ഒക്കെ പഠിച്ച കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം അക്കാര്യത്തിലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എന്തിനാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ട ആളുകൾ ഒന്നുമില്ല എൻ്റെ അധ്യാപകരാണ്, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കളാണ്. ഇവരെന്നോടിത് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ആസ് എ സൊസൈറ്റി നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടികൾ ഇതിൻ്റെ തൊട്ടു മുമ്പിൽ ഒരു പക്ഷേ നിന്നേക്കാവുന്ന ലഹരിയുടെ വിതരണക്കാരുടെ മുമ്പിൽ ചെന്ന് പെട്ടാലും ഞാനിത് എടുക്കില്ല, എനിക്കിത് ആവശ്യമില്ല എന്ന് ആ കുട്ടികളെ കൊണ്ട് പറയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. ആസ് എ സൊസൈറ്റി നമ്മളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ സ്കൂൾ എന്ന് പറയുന്നത് ഈ സ്കൂളിൽ വന്നു പോകുന്ന വിദ്യാർത്ഥികളോ അവരുടെ രക്ഷിതാക്കളോ അവരുടെ ഇവിടുത്തെ അധ്യാപകരോ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോ മാത്രം ഉള്ള ഒരു സംവിധാനമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാരുടെ എല്ലാം ഭാഗമാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്വത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫിസിക്കലി കാണുന്ന സ്വത്തിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ സ്വത്ത് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന കുട്ടികളാണ്. LKG മുതൽ മുകളിലേക്ക് വരുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ നേരത്തെ നമ്മൾ വിവരിച്ച പോലെ സമൂഹത്തിലേക്ക് റെസ്പോൺസിബിളായിട്ടുള്ള സിറ്റിസൺ പൗരന്മാരാക്കി പുറത്തിറക്കി വിടുക എന്ന് പറയുന്നത്
അത് ഈ സ്കൂളിൻ്റെ അകത്തുള്ളവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഈ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഉത്തരവാദിത്തത്തിൽ ഒരുപക്ഷെ സാറ് നേരത്തെ പറഞ്ഞ ഈ ഒരു അരാഷ്ട്രീയതയുടെ വളർച്ച, കാരണം ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിത കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല കേട്ടോ സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രബോധമില്ലാത്ത, രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രബോധമുണ്ട്, രാഷ്ട്രബോധമില്ലാത്ത, സമൂഹബോധമില്ലാത്ത ആ ലെവലിലേക്ക് നമ്മൾ മാറിപ്പോയതിൻ്റെ കൂടെ ബാക്കിയാണ് ഈ എലിമെൻസിനൊക്കെ വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് കയറി പോരാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആസ് എ പോലീസ് ഓഫീസർ? ശരിയാണ്. അതിൻ്റെ കൂടെ രാജീവ് പറഞ്ഞതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം, അച്ചടക്കമില്ലായ്മയും കൂടെ കൂടുമ്പോഴാണ് ഇത് വരുന്നത്. ഈ അച്ചടക്കമില്ലായ്മയുടെ കാര്യം പറയുമ്പോൾ ഞാൻ കോഴിക്കോട് നോർത്ത് ഏഷ്യ 2014 ഞാൻ ചേവായൂർ ഭാഗത്ത് പെട്രോളിംഗ് നടത്തുക. അവിടെയാണ് നമ്മുടെ ലോ കോളേജ് ഉള്ളത്. അപ്പോൾ ഒരു മണിയായിട്ടുണ്ടാവും. കുറേ പിള്ളേർ റോഡിൻ്റെ പുറത്ത് നിൽക്കുന്നു. പുറത്ത് ഞാൻ ഇതിലെന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്, 12 മണിയായില്ലേ, ഒരു പൊയ്ക്കോളം പറഞ്ഞു. ഇവന്മാർ പോകുന്നില്ല. പോലീസ് ജീപ്പിൽ യൂണിഫോം ഇട്ട് രാത്രി പെട്രോളിംഗ് നടത്തുന്ന ACP പറയുകയാണ് നിങ്ങൾ പോകുമെന്ന് പറയുമ്പം അവർ പോകുന്നില്ല. ഞാൻ എന്തെങ്കിലും ഇവിടെ നിൽക്കുന്നത്, എന്താ കാര്യം എന്താ? അപ്പോൾ അതിലൊരുത്തം പറഞ്ഞു, എന്താ ഞങ്ങൾക്ക് ഇവിടെ നിന്നൂടെ, ഞങ്ങൾക്ക് എന്താ ഇവിടെ നിന്നൂടെ? അവർ ചോദിക്കുന്ന ചോദ്യം ശരിയാ. പിന്നെ വേറൊരുത്തൻ ചോദിച്ചെന്താ ഇവിടെ അടിയന്തരാവസ്ഥ വല്ലതും ഉണ്ടോ, നിരോധനാജ്ഞ വല്ലതും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഒരു 30 വർഷം മുമ്പുള്ളൊരു പോലീസുകാരനോട് അങ്ങനെ ഈ സമൂഹത്തിലെ ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഒരു പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ബോധ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം അത്. എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്ന അധ്യാപകരുടെ കാണുമ്പോൾ ഞാൻ എഴുന്നേക്കുന്നു, എൻ്റെ മക്കൾ രണ്ടുപേരും എഴുന്നേക്കുന്നില്ല. അപ്പം ഞാൻ ഈ കാര്യം അവളോട് ചോദിച്ചു, എന്തേ നീ അധ്യാപകർ വന്നപ്പം അവർ മുതിർന്ന ആൾക്കാർ വന്നപ്പോൾ അപ്പോൾ എഴുന്നേറ്റാൽ എന്തോ ഒരു ഗുണം, എന്താ എഴുന്നേക്കുന്നത് കൊണ്ട് എന്തോ ഒരു ഗുണം? അപ്പം ഈ അച്ചടക്കമില്ലായ്മ എന്നുള്ളത് കൂടി വരുന്നുണ്ട്, ഒരു സംശയം വേണ്ടതിന്. അതുകൂടെ ആകുമ്പോഴാണ് ലഹരിയുടെ ഉപയോഗവും അതുകൊണ്ടുള്ള ദോഷഗുണങ്ങളും സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ ഏതാണ്ട് ഇൻ്റലിജൻസിൽ ആയിരുന്നു അവസാനം റിട്ടയർ ചെയ്യുമ്പോൾ. ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം ഈ ഡ്രഗ്സ് മാഫിയ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ എത്തിപ്പെടാത്തതായിട്ടുള്ള സ്കൂളുകളുടെ എണ്ണം പേരളിൽ എണ്ണാവുന്നത് മാത്രമാണ്, ഈവൻ ഇൻ വയനാട് പോലും. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ എങ്ങനെ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം രാജീവ് പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും കാര്യം. ഇത് തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക, കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ബോധവൽക്കരണത്തിലൂടെ ഓരോ ഇൻസിഡൻറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുക മാത്രമേ നമുക്കിതിൽ നിന്ന് രക്ഷയുള്ളൂ. ഇതിന് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയും, ഇപ്പം നമ്മുടെ മനുഷ്യന്മാർക്കെല്ലാം ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ട്. ഈ അഹങ്കാരം കൂടുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്താൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന കാഷ്വാലിറ്റിയിലൊന്ന് പോവുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി പോയി 2 മണിക്കൂർ നിൽക്കുക, എല്ലാ അഹങ്കാരവും പോവും. ഇതുപോലെ ഇത് നമ്മുടെ കുട്ടികൾക്കും ബാധക. നമ്മുടെ കുട്ടികളെയും കൂട്ടി നിങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും അതുപോലുള്ളൊരു സ്ഥലത്ത് പോകുമ്പോൾ, ഒരു അനാഥാലയത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നല്ല പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവരിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഇത് നിങ്ങളെങ്ങും കൊണ്ടുപോകുന്നില്ലല്ലോ. നമ്മളെല്ലാം പറയുന്നത് എന്താ, ഫുൾ A+ വാങ്ങുക, എൻജിനീയർ ആവുക, ഡോക്ടർ ആവുക, ഇതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. രക്ഷിതാക്കൾ അഹങ്കരിക്കുന്നു കുട്ടികളെ കൊണ്ട്. ഞാൻ ആരോ പറഞ്ഞു കേട്ടു നേരത്തെ, അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനല്ല മകൻ പഠിക്കുന്നത്, അവൻ്റെ സ്വപ്നമുണ്ട്. അപ്പം ഈ കുട്ടികളെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷനിലേക്ക് വരുമ്പോൾ അവരിൽ ഇത്തരം ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്, അത് മൊബൈൽ അഡിക്ഷൻ ആണെങ്കിലും ഇൻ്റർനെറ്റ് അഡിക്ഷൻ ആണെങ്കിലും സെക്സ് അഡിക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മയക്കുമരുന്ന് അഡിക്ഷൻ ആണെങ്കിലും, ഇതിൽ നിന്നൊക്കെ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നത് സാമൂഹ്യ അവബോധവും അത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഈ നമ്മൾ സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരെയും ഭയപ്പെടുത്താനോ പരിഭ്രമിപ്പിക്കാനോ വേണ്ടിയിട്ടല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്കൂളുകളുടെ മുമ്പിലും ഈ പറയുന്ന ശൃംഖലയുടെ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് വളരെ അടിയന്തരമായ ഒരു ആവശ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഈ സദസ്സിൽ കൂടുതലുള്ളത് ഉമ്മമാരാണ്. മേ ബി
അവർക്കായിരിക്കും അവരുടെ കുട്ടികളുടെ ചലനങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ, അല്ലെങ്കിൽ അവൻ്റെ ശീലങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ, അവൻ്റെ ഭക്ഷണശീലത്തിൽ ഒരു ചെറിയ കുറവ് വന്നാൽ, അല്ലെങ്കിൽ അവളുടെ ഭക്ഷണശീലത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാലൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പക്ഷേ അമ്മമാർക്കായിരിക്കും, പണ്ടത്തെ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ ഈ കേട്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും രക്ഷിതാക്കളിൽ ഭൂരിഭാഗം ഉമ്മമാരും അമ്മമാരുമാണ്. അവർ കുറച്ച് ഓവർ കൺസേൺഡ് ആവും എന്നെനിക്ക് ഭയമുണ്ട് സത്യത്തിൽ. നിങ്ങളങ്ങനെ ഓവർ കൺസേൺഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സാധാരണ നിങ്ങളുടെ ജീവിതശീലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ തുടർന്നു വരുന്ന രീതികളിൽ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ പരിപാലിച്ചാൽ മാത്രം മതിയാവും ഒരുപക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാൻ. അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മുടെ ജില്ലയിൽ നേരത്തെ ആരോ പറയുന്നത് കേട്ട് തൊട്ടടുത്ത ജില്ലയിൽ ഒരു SPC കുട്ടി, അത് സിദ്ദിഖ് സാറാണ് പറഞ്ഞത്, കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നൊരു SPC കുട്ടി. കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, വയനാട് ജില്ലയിലുണ്ട്. അത് അന്വേഷണം പുരോഗമിച്ചപ്പോഴും മനസ്സിലായത് ഡ്രഗ് മാഫിയ, അതായത് 10ാം ക്ലാസ്സിലെ എക്സാം എഴുതാനിരിക്കുന്ന കുട്ടി നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് സൂയിസൈഡ് ചെയ്തു. ഇനി മൊബൈൽ ഫോൺ കൊടുക്കാത്തത് കൊണ്ട് കുട്ടികളായ ആത്മഹത്യ ചെയ്യുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ചില പ്രത്യേക സാധനങ്ങൾ കൊണ്ട് മാത്രം സൂയിസൈഡ് ചെയ്തവർ ഈ 5 കിലോമീറ്ററിനുള്ളിലുണ്ട് 2 കുട്ടികൾ ഒരേ സ്ഥലത്തെ. ഇത് സംഗതി സീരിയസ് ആണ്. പക്ഷേ രാജീവ് പറഞ്ഞതുപോലെ ഭയപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൂട്ടായ ഒരു ശ്രമം. കാരണം ഇത് ഇത്രമാത്രം സീരിയസ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MLA ആ വിഷയം വൈകാരികമായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം ആ വിഷയം അല്ല, അതിലെ വൈകാരികത വല്ലാതുണ്ട്. ആ വൈകാരികതയാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഡിസ്കഷനിൽ. ഞാൻ ഓൾവേസ് ചിന്തിക്കുന്നത് ഇങ്ങനെ എല്ലാത്തിനെയും വൈകാരികമായി സമീപിക്കുന്ന ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ അടിസ്ഥാനപരമായിട്ടുള്ള അവൻ്റെ പ്രശ്നം പഠിക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല. ഒന്ന്, ഇവർ അജിറ്റേറ്റേഴ്സാണ്. കുട്ടികളെന്ന് പറയുന്നവർ അവരെപ്പോഴും റിബല്യസ് ആയിരിക്കും. റിബല്യസ് ആയ കുട്ടികളെ ആ പ്രായം അതാണ്. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അവർ കുട്ടികളല്ല. അതിന് പകരമായിട്ട് അവരെ റിബല്യസ് ആക്കാൻ സമ്മതിക്കില്ല, അവരെ എതിർക്കുന്നതിന് സമ്മതിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നതിന് സമ്മതിക്കില്ല. സാറ് പറഞ്ഞ ആ എഴുന്നേൽക്കുന്നത് തന്നെ ഒരുമാതിരി കുട്ടികളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന, അതവൻ്റെ സ്വയം ബോധത്തിൽ നിന്ന് പിന്നീട് വന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മ പാല് കൊടുക്കാതെയും ഈ നിങ്ങൾ കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഓർഫനേജിൽ ഈ കരക്കാമല അടുത്ത് 3ാമത്തെ ദിവസം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട കുട്ടി ഇപ്പം 10ാം ക്ലാസ് എത്തിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു ഓവർ കൺസേൺ കൊണ്ട് മനുഷ്യൻ വളരുമെന്ന് പറയുന്നത് അച്ഛനും അമ്മയും വളർത്തിയാലേ വളരുള്ളൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റൊന്നും ശരിയല്ല. പകരം അവരെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് ചെറുപ്പം മുതലേ നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഈ വേദിയിൽ പറയാൻ പറ്റുമെന്ന്, ഒരു കാലത്ത് പെൺകുട്ടികളുടെ ബാഗിൽ കൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് നമ്മളിത് മാധ്യമങ്ങൾ കൂടെ കേൾക്കുന്ന കാര്യങ്ങളാണ്. കോണ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചർച്ചയാണ്. സത്യത്തിൽ അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സമൂഹം അവിടെ ഇല്ല. ഒരു വിഭാഗത്തിന് ഈ റിബല്യസ് ആയിട്ടുള്ള വളർന്നു കിടന്ന പുതിയ ഇന്നവേഷൻ നടത്തുന്ന ആളുകൾ, ഇവരെല്ലാം ഇന്നവേറ്റേഴ്സാണ്. ആ ഇന്നവേഷൻ നടത്തുന്നതിന് ആ അർത്ഥത്തിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരു ലഹരിക്ക് അടിമയാകില്ല. അതിന് പകരമായിട്ട് നമ്മുടെ വിഷനെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. കലാം പറഞ്ഞത് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഓരോ കുട്ടികളോടും പറഞ്ഞ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വിഷൻ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ആ വിഷനായിരിക്കണം ആ കുട്ടികളുടെ ലക്ഷ്യം. പകരം എൻ്റെ മനസ്സിൽ ഞാൻ പഠിച്ചു, ഞാൻ വളർന്നു, എൻ്റെ അച്ഛൻ എനിക്ക് പൈസ തന്നു, ഞാൻ കോളേജിൽ പോയി പഠിച്ചു, അത് തെറ്റില്ലാത്തൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ മകളെ വളർത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ മോള് എൻ്റെ പിൻഗാമിയായി വക്കീലായി വരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ തീർന്നു കുട്ടിയുടെ ശ്രദ്ധയും ജീവിക്കാനുള്ള ആവേശവും. പിന്നെ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? മാഷെ പറയും, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. കുട്ടികൾ അവർ ജനിച്ച കാലം മുതൽ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അച്ഛൻ്റെ ആഗ്രഹം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണോ? മതവിശ്വാസത്തിൽ പോലും, രാഷ്ട്രീയ വിശ്വാസം പോട്ടെ, മതവിശ്വാസത്തിൽ പോലും
ഉപ്പയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും ചാച്ചൻ്റെയും അമ്മേൻ്റെയും ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയാണോ മനുഷ്യ ജന്മം കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. ഞാനും നിങ്ങളും ചോദിക്കേണ്ടതാണ്. ഒരാൾ ജനിക്കുമ്പോൾ അയാൾക്കൊരു ലക്ഷ്യമുണ്ട് എന്നാണ്. അയാൾ അവതാരമായി മാറുന്നു എന്നല്ലേ, ശരിയല്ല അത്? അല്ല, ഇതിലിപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പുതിയൊരു കാലത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. മുമ്പ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരുപക്ഷെ രക്ഷിതാക്കളാണ്. നിങ്ങൾ ഇന്നതാവണം, ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു മുമ്പ്. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുക. കുട്ടിയുടെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് മിക്കവാറും ഇപ്പോൾ ചെയ്യുക. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നന്നായി മറ്റേ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒക്കെ താല്പര്യപ്പെടുന്ന കുട്ടികളെ ഫുട്ബോൾ അക്കാഡമിയിലൊക്കെ കൊണ്ടുപോയി ചേർക്കുന്ന എത്രയോ രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ. അതൊന്നും ഇപ്പോൾ അപൂർവമായ കാര്യമല്ല. പക്ഷെ അത് എല്ലാവരിലേക്കും എല്ലാ തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല. പക്ഷെ അത് എത്തുകയാണെങ്കിൽ കുട്ടിയുടെ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ, രക്ഷിതാക്കൾ മാത്രമല്ല കേട്ടോ, അധ്യാപകരും സ്കൂളും സൊസൈറ്റിയും ഇതും കാണണം. വിദ്യാർത്ഥികളുടെ ആംഗിളിൽ നിന്നും കുട്ടികളുടെ ആംഗിളിൽ നിന്നും അതിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കുറേ കൂടെ കോൺഫിഡൻ്റ് ആവുകയും അവൻ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുകയും അവന് ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ബന്ധം ഉണ്ടാവുകയും ചെയ്യും. അത് രക്ഷിതാക്കളായാലും കൊള്ളാം, അധ്യാപകരായാലും കൊള്ളാം, സ്കൂൾ അധികൃതരായാലും കൊള്ളാം, സൊസൈറ്റിയിലുള്ളവരായാലും കൊള്ളാം, ഒക്കെ ബന്ധമുണ്ടാവും. അപ്പോൾ ഒറ്റ കാര്യം കൂടെ പറയാം. അപ്പോൾ ഈ സാറ് പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. എന്താ, രാത്രി പാതിരാത്രിക്ക് പോകുമ്പോൾ നീ ഇന്നിപ്പോൾ എവിടെ പോയിട്ട് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ബഹളം കൂട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ജൈവികമായ ബന്ധം അവിടെയുണ്ട്. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഒരു അഭാവം നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധനയാണ് ആവശ്യമെന്നാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ ധൈര്യമായിട്ട് എവിടേക്കും പറഞ്ഞേക്കാം, എവിടെ വേണേൽ പറഞ്ഞേക്കാം. അവിടെ അവൻ റെസ്പോൺസിബിൾ ആയിരിക്കും. അവനെ നോക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് കണ്ണുകൾ അവിടെ ഉണ്ടാവും. അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ തന്നെ അവനെ പരിപാലിക്കാനുള്ള കൈകൾ അവിടെ ഉണ്ടാവും. ഈ ഒരു സങ്കല്പത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്, ഈ സ്കൂൾ എന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ കെട്ടിടവും ഈ ചുറ്റുപാടും മാത്രമല്ല, ഇത് ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഈ സൊസൈറ്റിയുമായിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് സ്കൂളെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് വലിയ റെസ്പോൺസിബിലിറ്റി സ്കൂളിനുണ്ട്. ഈ സ്കൂളിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്. സമയപരിമിതി കൊണ്ട് നമ്മൾ ഈ ഡിസ്കഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് സാർ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മേ ബി നമുക്ക് ഇതുപോലെ വേറൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. നിങ്ങൾ ഇത്തരം സെഷനുകൾക്ക് കാത്തു നിൽക്കാതെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും സ്കൂളുകളിൽ ഈ രക്ഷാകർതൃ മീറ്റിങ്ങുകൾക്ക് വരുന്നുണ്ടാവും, ഒക്കെ വരുന്നുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരസ്പരം സംസാരിക്കണം. നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് സമൂഹത്തോട് ഇടപഴകുന്നത്, നിങ്ങളുടെ കുട്ടികൾ മറ്റു കുട്ടികളോട് എങ്ങനെയാണ് ഇടപഴകുന്നത്, ആ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കണം. നിങ്ങളുടെ കുട്ടികൾ പഠന നിലവാരത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് അസസ് ചെയ്യുന്നതിനോടൊപ്പം ഈ സാമൂഹ്യ ബന്ധത്തിൽ എവിടെ നിൽക്കുന്നു എന്നുകൂടി നിങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വയ്ക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അപരം നരകമാകാതിരിക്കട്ടെ, അല്ലേ? സഹോദരൻ നരകമല്ല എന്ന് ചിന്തിക്കുന്ന, മതിലുകളില്ലാത്ത ഒരു കുട്ടിത്തം ഈ സ്കൂൾ അവരുടെ വിഷൻ അനുസരിച്ചുണ്ടാകുമെന്നാണ്. നല്ല വിഷനാണ് കണ്ടത്. ആ വിഷൻ സാഫല്യമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാനും നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. MES സ്കൂളിന് എല്ലാവിധ ആശംസകളും. കാരണം എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ ഞാൻ ഇതേപോലുള്ള ഡിസ്കഷൻ ഒരു സ്കൂളിലും കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിരിക്കും, വയനാട് ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പൗരപ്രമുഖരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഒരു ഡിസ്കഷൻ. ഓൾ ദ ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു വെരി മച്ച്.